സൂസു കിച്ചണിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും എൻ്റെ മോര് കാച്ചിയത് കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് കോട്ടയം സ്റ്റൈലൊരു മീൻകറി വയ്ക്കാവേ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ. അപ്പം ഒരു നല്ല നാടൻ അയല കിട്ടി. അപ്പോൾ ആ മീൻകറി കോട്ടയം സ്റ്റൈലിൽ എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പം അതിന് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാവേ. ഇതേ അയല ഞാനത് വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണേ. ആവശ്യത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ, ഞാനൊരു 1/2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇവിടെ ചുവന്നുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില. ഇതിവിടെ ഞങ്ങളുടെ മുറ്റത്ത് നിന്ന കറിവേപ്പിലയാണേ. ഇതേ കടുക്, ഉലുവ. ഇത് എരിവുള്ള മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഈ എരിവുള്ള മുളക് പൊടി ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുള്ളൂ. എരിവില്ലാത്ത മുളക് പൊടി 1.5 സ്പൂൺ എടുത്തിട്ടുണ്ടേ. അപ്പം നമുക്ക് കറി എങ്ങനെ വെക്കുന്നതെന്ന് കാണാം. ദേ ചട്ടി ചൂടായി. ഞാനപ്പോൾ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. എണ്ണ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. ശേഷം എണ്ണയൊന്ന് ചൂടായി വരട്ടെ. കടുകിട്ട് കൊടുക്കുക. കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടുന്നുണ്ട്. കൂട്ടത്തിൽ ഉലുവ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ഞാൻ കൈ കൊണ്ടിടുവാണേ. ദേ ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുത്തു. ദേ അതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി ഇവിടെ ചതച്ച് ഞാൻ വെക്കാറുണ്ട് കേട്ടോ. ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുത്തു. ഇതിനി ഒന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഞാനിത് ഫോണിലെടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ചെറുതായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വെട്ടി തിളച്ചു. ഞാൻ തീ ഒന്ന് കുറച്ചു. ഇനി നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല, ഇത് ചെറിയ അയല ആയതുകൊണ്ട് ഞാനിത് രണ്ടാക്കുന്നില്ല. ഇതിനെ ഞാൻ മുഴുവനോടെ ഇടുക കേട്ടോ. ദേ ഇട്ട് കൊടുക്കുക. എന്നെ കാണത്തില്ലല്ലേ, ഞാൻ ഈ ക്യാമറയും മീൻകറി കണ്ടോട്ടെ എന്ന് ഓർത്ത് ഇതിങ്ങനെ വെച്ചിരിക്കുന്ന കേട്ടോ. അപ്പോൾ ദേ മീനെല്ലാം ഞാൻ പെറുക്കിയിട്ടു, കറിവേപ്പില ഇട്ട്. ഇനി നമുക്കിതൊന്ന് വേകട്ടെ. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി നോക്കാം. കണ്ടോ, മീൻകറി ഇവിടെ റെഡിയായി. ഞാൻ ഗ്യാസ് കെടുത്തി. നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞ് വഴറ്റി മാറ്റി വെച്ചില്ലേ, അതിനെ ഞാൻ ദേ കറിയുടെ മേളിലേക്ക് ഇടുന്നു. കണ്ടോ, ഇട്ടു. ഇനി ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ദേ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. ഇത് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. എന്നിട്ട് എന്നോട് പറയണേ നല്ലതാണെന്ന്. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയണേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. അടുത്ത വീഡിയോ വരുന്നിടം വരെ ടാറ്റാ. ഓക്കെ, സി യു, ബൈ.
ജ്യൂസ് എൻ്റെ ഹസ്ബൻഡിന് കൊടുത്ത് കുടിക്കുവാണേ.